ചേട്ടാ നമസ്കാരം. 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 വളരെ സന്തോഷമുണ്ട്. കാരണം പിഷുവിനെയും സുരഭിയെ കാണാൻ പറ്റുക. പിന്നെ ഹരിയുടെ ആദ്യകാല സ്റ്റാൻഡപ്പ് കോമഡി ഷോയുടെ അവതാരകൻ ഞാനായിരുന്നു. അതെ, അത് ഇവിടുന്ന് ബാക്കിയിട്ടൊരു വണ്ടി 15 വർഷമെങ്കിലും പുറകോട്ട് ഓടിക്കണം. അതല്ല, ഞാനുണ്ട്, അതില് ഹരിയുണ്ട്. ഞങ്ങളൊക്കെ കൂടെ ഒരു വേറൊരു ചാനലില് ഒരു ഇതേ സ്വഭാവമുള്ള ഒരു പരിപാടി. അന്ന് അതിൽ ആദ്യമായിട്ട് വന്ന ഒരുപാട് പേര് ഇന്ന് വളരെ ആക്റ്റീവായിട്ടുള്ള കലാകാരന്മാരാണ്. വലിയ വലിയ താരങ്ങളാണ്. ഒരുപാട് താരങ്ങളാണ്. അതിൽ വന്ന ആളാണ് പാലേരി മാണിക്യത്തില് പൊക്കനായിട്ട് അഭിനയിച്ച ശ്രീജിത്ത് കൈവേലി, നോബി മാർക്കോസ്, ശശാങ്കൻ മയ്യനാട്, ഒരുപാട് പേര് അന്ന് വന്ന ലാൽബാബു ഒക്കെ ഒരുപാട് പേര് വന്നിട്ടുള്ള പരിപാടിയാണത്. ആ പരിപാടിയുടെ അവതാരകനാണ് ജോയി ചേട്ടൻ. അന്ന് ഇന്നും ജോയി ചേട്ടൻ വളരെ വിലപിടിപ്പുള്ള തിരക്കുള്ള ഒരു അവതാരകനാണ്. ഒരുപാട് അത്യാവശ്യം നല്ല വിലപിടിപ്പുള്ള വിളിച്ചു നോക്കാൻ അപ്പൊ അറിയാം. അവിടെ തൊട്ട് ജോയി ചേട്ടാ എന്താ ഏറ്റവും പുതിയ വിശേഷങ്ങൾ പറയൂ. 10-27 സിനിമകളിൽ പണ്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ആ സിനിമകളുടെയൊക്കെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പനിയുള്ളവരൊക്കെ ആ സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ എന്നെ കാണാൻ പറ്റില്ല. ഒറ്റ തുമ്മലിലൊക്കെ ഞാൻ അപ്രത്യക്ഷമാകുമായിരുന്നു. അതെ. പക്ഷെ അങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് സൂരജ് ടോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംവിധായകൻ. അത് സിനിമയുടെ പേര് രസമാണ്, കൃഷ്ണൻകുട്ടി പണി തുടങ്ങി. പക്ഷെ അതോടുകൂടി എനിക്ക് പണി കിട്ടി തുടങ്ങി. അത്യാവശ്യം സിനിമകൾ വരുന്നുണ്ട്. ഞാനൊരു കാര്യം പറയാം. കൃഷ്ണൻകുട്ടി പണി തുടങ്ങി എന്ന് പറയുന്നത് ഒരു OTT പ്ലാറ്റ്ഫോമിലാണ് ആ സിനിമ റിലീസ് ആയതെങ്കിലും അതിനൊരു പ്രിവ്യൂ ഇട്ടു. ആ പ്രിവ്യൂ കാണാൻ പോയി. അതിൽ വിഷ്ണു ഉണ്ണികൃഷ്ണൻ എന്റെ സുഹൃത്തുണ്ട്, ഒരുപാട് സുഹൃത്തുണ്ട്. സൂരജ് ഇതിന്റെ സംവിധായകൻ എന്റെ സുഹൃത്താണ്. ഞാൻ ആ പടം കാണാൻ പോയി. പുള്ളിയെ കണ്ടു, ജോയി ചേട്ടനെ കണ്ട് ഷെയ്ക്കാൻ്റെ ഒക്കെ കൊടുത്ത് വർത്താനം പറഞ്ഞു. 2-2.5 മണിക്കൂർ പടം കണ്ടു. പടം കണ്ട് ഇറങ്ങിയ ശേഷം രാത്രി ഫോണിൽ ഈ സിനിമ എങ്ങനെയുണ്ടെന്ന് പുള്ളി ചോദിച്ചു. ഞാൻ പുള്ളിയോട് കുറെ നേരം സംസാരിച്ചു. എന്നിട്ട് ഞാൻ ചോദിച്ചു, എന്താ നിങ്ങൾ ഏത് വഴിയാ വന്നേന്ന് ചോദിച്ചു. അവിടെ നമ്മളൊരു കല്യാണത്തിന് വരുമ്പോൾ ചെറുക്കൻ വീട്ടുകാരാണോ പെണ്ണ് വീട്ടുകാരാണോ എന്നൊക്കെ പറയുന്നവരെ ചോദിച്ചു. പുള്ളിയോട് ചോദിച്ചു, നിങ്ങൾ ഏത് വഴിക്കാണ് ആ പ്രിവ്യൂ ഷോയ്ക്ക് വരാനുണ്ടായ കാരണം? പുള്ളി പറഞ്ഞു, എടാ ഞാനതിൽ അഭിനയിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് വന്നതെന്ന് പറഞ്ഞു. ഇത്രയും ആത്മബന്ധമുള്ള ഞാൻ 2.25 മണിക്കൂർ കണ്ടിട്ടും അത്രയും വലിയൊരു വേഷം ആ പടത്തിൽ ചെയ്തത് ജോയി ചേട്ടനാണെന്ന് എനിക്ക് മനസ്സിലായി പോലുമില്ല. അതുപോലൊരു ഗെറ്റപ്പിൽ അതുപോലൊരു പ്രകടനമാണ് അദ്ദേഹം ആ പടത്തിൽ കാണിച്ചു വെച്ചിരിക്കുന്നത്. അത് തുമ്മിയെ തെറിച്ചു പോകുന്ന വേഷമായിട്ടല്ല, വലിയ വേഷം, മുഴുനീളമുണ്ട്. ഒരു കണ്ണടയൊക്കെ വെച്ച് എനിക്ക് എന്തോ വേറെ ഒരു മുടിയും വേറൊരു മുഖവും ഇത്ര ബന്ധമുള്ള ആളെ എനിക്ക് കണ്ടിട്ട് മനസ്സിലായില്ല. അതുപോലത്തെ ഒരു പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് ആ സിനിമയിൽ. സാനിയ അയ്യപ്പന്റെ പപ്പയായിട്ടോ ശ്രീലങ്കൻ കഥാപാത്രമായിട്ടാണ്. രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് രാജ്യം മാറിയത് കൊണ്ടായിരിക്കാം പിഷുവിന് ആളെ അതുകൊണ്ടാണ്. അല്ല, എനിക്കതുണ്ട്. കൂടെ കിടന്നുറങ്ങി അവന് പോലും എന്നെ മനസ്സിലായിട്ടില്ല. അപ്പോ ഈ സിനിമ ചെന്നപ്പോൾ അയാളെ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ജോയി ഇല്ല. കാരണം നിങ്ങളെ 22 വർഷമായിട്ട് ആൾക്കാർക്ക് നിങ്ങളുടെ ജസ്റ്റേഴ്സ് അറിയാം, നിങ്ങളുടെ നോട്ടം അറിയാം, നിങ്ങളുടെ സംഭാഷണം അറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞ സന്തോഷം. പക്ഷെ ഒറ്റ കുഴപ്പത്തിൽ കൊണ്ടുപോയി ആദ്യം മുടിയാണ് ഇത്രയും ഭാഗത്ത് കഷണ്ടിയാക്കി മീശ എടുത്തു കഴിഞ്ഞു. ഈ സിനിമ സെറ്റ് ചെല്ലുമ്പോൾ എനിക്ക് വളരെ പരിചയ ആൾക്കാർ എന്നെ ആൾക്ക് മനസ്സിലാവുന്നില്ല. ഞാനവിടെ നിൽക്കുന്നുണ്ട്, ഒരു ചിരിയൊക്കെ ചിരിക്കും. ഹായ് സാനിയ എന്ന് പറഞ്ഞ നടി പോലും ഒരു 4 ദിവസം കഴിഞ്ഞ് വിഷ്ണു എൻ്റെ ഒരു ഫേസ്ബുക്കിൽ വന്നൊരു വീഡിയോ കാണിച്ചപ്പോൾ ഇത് മറ്റേ വാൽക്കനാടിലെ ജോയി ചേട്ടനല്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ പുള്ളിയല്ലേ നിൽക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ സാനിയാണ് ഒരു നോട്ടം നോക്കി. 4 ദിവസം അഭിനയിച്ചു കഴിഞ്ഞിട്ട്. കാരണം മീശ വടിച്ച് മുടി വടിച്ച് ഞാൻ ചോദിക്കണമെങ്കിലും ആലോചിച്ച് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ആ ലെവലിലുള്ള ഒരു പ്രകടനം കാഴ്ചവെച്ചതാണ്. ഗംഭീര പ്രകടനം. അതുകൊണ്ട് തന്നെ കുറെ സിനിമകളൊക്കെ കിട്ടി. പിന്നെ അതിനുശേഷം ആ സിനിമ പപ്പേട്ടൻ നമ്മുടെ പത്മകുമാർ കണ്ടു. 10ാം അളവിലൊരു നല്ല മഹേഷ് വേഷം ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മളുടെ വിജേഷ് എന്നെ വിളിച്ചു, നമ്മളുടെ രാജശേഖരുടെ അസോസിയേറ്റ്. ഇപ്പൊ ഇന്നലകൾ എന്നൊരു സിനിമ ചെയ്തു. അതിനുശേഷം കൃഷ്ണൻകുട്ടിയുടെ തന്നെ ടീമിന്റെ ശലമോൻ അതിന്റെ ഷൂട്ട് കഴിഞ്ഞു. പിന്നീട് ഒരു ഓഫ് ബീറ്റ് മൂവി തൂലിക എന്നൊരു പടം നടക്കുന്നു. അല്ല, ഇങ്ങനെ അത് ഞങ്ങൾക്കൊന്നും ഇത്ര പടമില്ല. ഞങ്ങൾക്ക് അസൂയ വരുന്നുണ്ട് കേട്ടോ. ഞങ്ങളെ വേദനിപ്പിച്ചില്ല. പടം മാത്രമേ ഉള്ളൂ. പാത്രത്തിലില്ല എന്നാണോ ഉദ്ദേശിച്ചത്? അല്ല, അത് ഞങ്ങള് വക്കീലന്മാര് പറയാറുണ്ട്, ആദ്യം കേസും ഇല്ല ഫീസും ഇല്ല, പിന്നെ കേസുണ്ട് ഫീസില്ല. ഇപ്പൊ ഞാൻ ആ അവസ്ഥയിലാണ്, കേസുണ്ട് ഫീസില്ല. അപ്പൊ ഞങ്ങള് വക്കീല്, പുള്ളി അഡ്വക്കേറ്റ് ആണ് കേട്ടോ. അഡ്വക്കേറ്റ് ആണ് പുള്ളി. കാര്യങ്ങളൊക്കെ ചെയ്യെങ്കിലും ജോയി ജോൺ ഒരു അഡ്വക്കേറ്റ് ആണ്. ഞാൻ കേട്ടിട്ടുണ്ട് ചാക്കോച്ചൻ ഒരു കോളേജിൽ ഫംഗ്ഷന് പോയപ്പോൾ ആ കോളേജിലെ ആ ഫംഗ്ഷന്റെ സംഘാടകരിൽ ഒരാളായിട്ട് പ്രിയയെ കണ്ടിട്ടാണ് പ്രണയിച്ച് വിവാഹം കഴിച്ചെന്ന് കേട്ടിട്ടുണ്ട്. അതേപോലെ ജോയി ഒരു ഫംഗ്ഷന് കോളേജിൽ പോയിട്ട് അവിടുത്തെ ആർട്സ് ഓഫ് സെക്രട്ടറിയെ പ്രേമിച്ച് കെട്ടിയിട്ടുള്ള ആളാണെന്നാണ്. എന്റെ ഭാര്യ നിഷ പിഷുവിന്റെ അടുത്ത സുഹൃത്താണ്. അപ്പൊ എനിക്ക് അത്യാവശ്യം ഇപ്പം കോമഡി കണ്ടന്റ് വരുന്ന അദ്ദേഹമാണ്. അമ്മാതിരി കണ്ടന്റ് മേക്കറാണ്. എന്നെ ആ പരിപാടിക്ക് തന്നെ ആ ഫംഗ്ഷന് തന്നെ പോകേണ്ടിയില്ലെന്ന് തോന്നിപ്പോയി. കാരണം ഒരു കോളേജിൽ, ഞാൻ പഠിച്ച കോളേജിൽ ആർട്സ് ഇനാഗുറേഷൻ എന്നെ വിളിക്കുന്നു. അന്നാണ് ഞാൻ ഒരു വലിയ പാഠം ഇവർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടത്. ഒരു കാരണവശാലും ഒരു കോളേജിൽ നമ്മൾ നേരത്തെ ഒരു ഫംഗ്ഷന് പോകരുത്. 10 മണിക്ക് വിളിച്ചാൽ 11 മണിക്കേ ചെല്ലാവൂ.
10 മണിക്ക് ചെന്നതിന്റെ പേരിൽ ആണ് ആ ട്രോഫി എന്റെ തലയിലായത്. നിഷയൊക്കെ നല്ല ജോവിലായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, നല്ല തമാശ ഇഷ്ടപ്പെടുന്ന തമാശയൊക്കെ പറയുന്നവരാണ് ജോയിച്ചേട്ടന്റെ ഭാര്യയും. വേറെ സിനിമകൾ വിട്, വേറെ ബാക്കി പരിപാടി എത്ര വർഷം? 22 വർഷമായി പരിപാടിയിൽ വന്നിട്ട്. അങ്ങനെയൊക്കെ പറയാം. ഇനി ജോയിച്ചേട്ടന് ഏതെങ്കിലും കാലഘട്ടങ്ങളിൽ ജോയിച്ചേട്ടൻ മിമിക്രി അവതരിപ്പിക്കാനൊക്കെ പോയിട്ടുണ്ടോ? ഏറ്റവും രസകരമായ ഒരു ചോദ്യമാണ് വിഷു. ഞാനൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ മിമിക്രി ആർട്ടിസ്റ്റുകൾക്ക് പോലും അറിയില്ല. ഞാനൊരു 90 തുടങ്ങി ഏകദേശം അഡ്വക്കേറ്റ് കോട്ട് ഇടുന്നത് വരെ പ്രൊഫഷണൽ മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നു. ഒരുപാട് കൊച്ചിൻ ഹരിശ്രീ അടക്കമുള്ള ടീമുകളിൽ എന്റെ കൂടെ കളിച്ചിട്ടാണ് നിങ്ങളുടെ കേശവ മാമൻ. നിങ്ങളൊരു ട്രൂപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഇന്ത്യൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ കോട്ടയം വില്യംസിന്റെ ഗ്രൂപ്പില് ഞാൻ കൂട്ടിക്കൽ ജയചന്ദ്രൻ ഉണ്ടായിരുന്ന ഗ്രൂപ്പിലുണ്ടായിരുന്നു. വക്കീലതിന് ശേഷം പിന്നെ എനിക്കൊരു രസകരമായ അനുഭവം എൻ്റെ ജീവിതത്തിൽ വക്കീൽ പണിക്കിടയുണ്ടായി. ഞാൻ ഒരു ചാനലിൽ ഒരു ഷോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിലൊരു കേസ് അപ്പിയർ ചെയ്യാൻ വേണ്ടി ഞാൻ കോടതി ചെന്നിരിക്കുകയാണ്. അപ്പോൾ അത് ഭയങ്കര ടെററായിട്ടുള്ളൊരു CJM ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ സീനിയർ പണി നിന്നെന്ന് എനിക്കറിയാം. ഒരിക്കലും ഹാജരാവാത്തൊരു പ്രതിയുടെ കേസ് ഫയൽ എനിക്ക് തന്നു. അതായത് പോയി അക്യൂസ്ഡ് ആബ്സെന്റ് എന്ന് പറഞ്ഞാൽ മതി, വേറെ ഒന്നുമില്ല, പ്രതി വന്നിട്ടില്ല. പക്ഷെ എനിക്കറിയില്ല ഞാൻ ഈ കൊണ്ടുപോകുന്ന കേസ് ഒരിക്കലും കോടതി ഹാജരാവാത്ത ഒരു ഇന്റർനാഷണൽ കസ്റ്റഡിയായിരുന്നു. അയാളെ കൊണ്ട് ഏത് വക്കീൽ ചെന്ന് കഴിഞ്ഞാലും ജഡ്ജി തന്തയ്ക്ക് വിളിക്കും. ഞാനൊന്നും അറിയാത്ത പാവമായിട്ട് ചെന്നു. അപ്പോൾ കാണിച്ചു പോയി വക്കീൽ നമ്മുടെ സിനിമയെ കാണുന്നതല്ല കോടതിയുടെ, നിങ്ങൾ തെറ്റിദ്ധരിക്കും. സിനിമയെ കാണുമ്പോൾ എന്താണ് മറ്റേ ഡംബർ ഒന്നുമില്ല. അവിടെ ചെന്ന് ഗ്ലോറിഫൈഡ് ബെഗിങ് എന്നാണ് പറയുന്നത്. അതെ, അത് ആ പരിപാടിയാണ്. അപ്പൊ ഞാൻ അവിടെ ചെന്ന് അപ്പൊ ഈ ഫയൽ അറിയാവുന്ന കുറെ ആൾക്കാരൊക്കെ ഉണ്ട് എന്നെ നോക്കുന്നുണ്ടെങ്കിൽ. അപ്പൊ നമുക്കറിയില്ലല്ലോ. അപ്പൊ ജഡ്ജ് കേസ് നമ്പർ വിളിച്ചു, എന്നെ നോക്കി. ഹു ഇസ് ദ അഡ്വക്കേറ്റ്? അക്യൂസ്ഡ് എവിടെ നിന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കിട്ടുന്നില്ല, അക്യൂസ്ഡ് ആബ്സെന്റ്. അപ്പോൾ നിങ്ങൾ നോക്കി വൈ. പിന്നെ എനിക്ക് ഒന്ന് എന്റെ കിളി പോയി. വൈകിട്ടപ്പോഴത്തേക്ക് എന്റെ കിളി പോയി. ഹീസ് നോട്ട് എന്നെ നോക്കിയിട്ട് ദിസ് ഈസ് ദ ലാസ്റ്റ് ചാൻസ്, യു കം ടു മൈ ചേംബർ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അവിടെ കാത്തിരിക്കുന്നത് എന്താണ് സംഭവിക്കുന്നത് അറിയില്ല. ഇതെല്ലാം കഴിഞ്ഞു. ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു മണി പുള്ളിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തിറങ്ങി ചെന്നപ്പോൾ കം, നിങ്ങൾ ഏതോ ചാനലിൽ പ്രോഗ്രാം ചെയ്യുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അതിന്റെ ഒരു ഭാഗമായിട്ട്, അപ്പൊ ഈ വക്കീലന്മാർക്ക് അങ്ങനെ ജോലി ചെയ്തൂടാ, അങ്ങനെയൊക്കെ ഉണ്ടെന്നാ പറയണത്. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ഗതികേട് പറഞ്ഞ പുള്ളി പറയാം അതൊന്നുമല്ല, എനിക്ക് നിങ്ങളുടെ ഒരു സഹായം ആവശ്യമുണ്ട്. എന്താണ്? എന്റെ ഭാര്യ നിങ്ങളുടെ ഒരു പരിപാടി പങ്കെടുത്തിട്ടുണ്ട്, അതിന്റെ ഒരു CD കിട്ടുമെന്ന്. ഒരു നിമിഷം സിംഹമായിട്ട് നിന്ന ആ ജഡ്ജ് എന്റെ മുന്നിൽ പൂച്ചയായിട്ട് നിന്നപ്പോ ഞാൻ പിന്നെ വൈ നോട്ട്, പിന്നെ ആ ഒറ്റ പേരിലാണ് മറ്റേ പുള്ളിക്ക് ഒരു ചാൻസ് കൂടെ കൊടുത്തത്. ഇതും കഴിഞ്ഞിട്ട് ഞാൻ ഈ ഫയലുമായിട്ട് സുരേഷ് ഗോപി ചേട്ടനെ പോലെ ഓഫീസിൽ ചെല്ലുണ്ട്, ദേ കിടക്കുമോ. അപ്പൊ അവരും എന്നെ നോക്കുന്നുണ്ട്, ഇത് എങ്ങനെ സംഭവിച്ചു. അത് ജീവിതത്തിൽ മറക്കാത്ത അനുഭവം. അല്ല, നമുക്ക് അന്ന് ഇപ്പോഴും യൂട്യൂബ് വന്നോണ്ടാണല്ലോ. അതിന് മുമ്പ് നമ്മൾ TV-യിൽ ആണ്ടിലോ സംക്രാന്തിക്ക് ഒരു പരിപാടിയിൽ ഒരു സീന അഭിനയിക്കുന്നത്. അതെ, ഇത് നമുക്ക് നമ്മുടെ കയ്യിലാക്കാൻ ഒരു വഴിയില്ല. അതെ, നമ്മൾ ഇതിന്റെ CD കിട്ടുക എന്ന് പറയുന്നത് വലിയ പാടാ. VCR ഇട്ട് ഒരുത്തനെ കൊണ്ട്, കേബിൾ ഉള്ളവനെ കൊണ്ട് അത് റെക്കോർഡ് ചെയ്യിച്ചെടുത്ത് എന്നൊക്കെ പറഞ്ഞൊരു പരിപാടിയിലാണ് അത് ചെയ്യുന്നത്. അല്ല, അന്ന് ഈ പറഞ്ഞ ചാനലുകളിൽ നിന്നൊക്കെ ഒരു CD കിട്ടുക എന്ന് വെച്ചാൽ നമ്മള് മുഖ്യമന്ത്രി കൂടെ ഒക്കെ ഇത് കൊടുക്കണം, എങ്കിലേ കിട്ടുള്ളൂ. അത്രയ്ക്ക് വലിയ പാടാണ്. അങ്ങനെയൊന്നും അല്ലല്ലോ. അതിൽ നിന്ന് നമുക്ക് യൂട്യൂബിൽ നമുക്ക് ഇഷ്ടമുള്ള സാധനം എടുക്കാവുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തി. അങ്ങനെ വക്കീലാണ്. മിമിക്രി എത്ര വർഷം കളിച്ച് ചോദിച്ചേട്ടാ? മിമിക്രി ഒരു 10 വർഷത്തോളം. അതിനുശേഷം ഓഡിയോ കാസറ്റുകൾ കുറെ ചേരുന്നുണ്ടോ? അന്നത്തെ പ്രധാനപ്പെട്ട ഐറ്റം എന്തായിരുന്നു? കറങ്ങി വരുന്നുണ്ട്. അറിയാൻ വേണ്ടിട്ടാ. അല്ല, അന്ന് ഞാൻ കൂടുതലും നയനാർ സാറ്, കരുണാകരൻ സാറുടെയൊക്കെ ശബ്ദമായിരുന്നു ചേരുന്നത് ആ സമയത്ത്. പിന്നീട് എൻ്റെ കരുണാകരൻ ജി നമ്മുടെ ജയരാജ് ഏറ്റെടുത്തു. സിനിമയിലൊക്കെ ചെയ്യുമ്പോൾ അന്ന് ജയരാജ് എനിക്ക് തോന്നുന്നു കൂടുതലും ശ്രീനിവാസ ചേട്ടനെയാണ് നേരിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് നമ്മുടെ ഷിയാസിക്കയുടെ ചില നമ്പറുകളൊക്കെ ഇടുമായിരുന്നു. അങ്ങനെയൊക്കെ അങ്ങനെ പോകുമായിരുന്നു. എന്തെങ്കിലും ഒരു ചെറിയ ഐറ്റം ചെയ്യാൻ പറ്റുമോ? ഇല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാൻ, ഞാൻ ഈ പറഞ്ഞ ഷിയാസിക്കയ്ക്ക് ഒരു ട്രിബ്യൂട്ട് കൊടുക്കാം. അപ്പൊ ഷിയാസിക്കനെ അനുകരിക്കുകയാണ്. ഷിയാസിക്കയുടെ പാട്ട്, അതായത് ഷിയാസിക്ക മഹാകവി കോട്ടയം സോമരാജ് എഴുതിയ ഒരു പാട്ട്. ഞാൻ ഷിയാസിക്കയുടെ ശബ്ദത്തിൽ എൻ്റെ ഈ മുഖത്ത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാമെന്ന് അറിയില്ല, ഞാനൊരു ശ്രമിക്കാം. കാലത്തു കടുങ്കാപ്പിയും പുഴുങ്ങിയ കപ്പയും തനിച്ചിരുന്നടിക്കുന്ന ചെറുപ്പക്കാരി, ഒരു പീസ് കപ്പ നീ തരികയില്ലേ? അത് തിന്നു വിശപ്പു ഞാൻ അടക്കിടട്ടെ. കാലത്തു കടുങ്കാപ്പിയും പുഴുങ്ങിയ കപ്പയും തനിച്ചിരുന്നടിക്കുന്ന ചെറുപ്പക്കാരി.
വലിയ ഓർമ്മകളാണ് ജോയി ചേട്ടാ. കാരണം ഷിയാസൊക്കെ ഇന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ പരിപാടിയിൽ ഉറപ്പായിട്ടും വരേണ്ട ഒരാളാണ്. ഉറപ്പായിട്ടും വലിയ സൗഹൃദം ഉണ്ടായിരുന്ന ഒരാളാണ് ഞാനുമായിട്ടും. അപ്പൊ ഷിയാസക്കയുടെ ശബ്ദം ഇത്ര ഗംഭീരമായിട്ട് നമ്മുടെ മനോജ് ഗിന്നസ് എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് ഒരു പരിധി വരെ എന്താ എന്നൊക്കെ പറഞ്ഞിട്ട് മനോജ് ഏട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഷിയാസക്കയുടെ റെഫറൻസിലാണ് അത് എടുത്തതെന്നുള്ളത്. ഷിയാസക്കയുടെ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പക്ഷേ ഓഡിയോ കാസറ്റ് കാലഘട്ടങ്ങളിൽ ഓഡിയോ കാസറ്റുകൾ കേട്ടു വളർന്ന എല്ലാവർക്കും ഈ ശബ്ദം പിന്നെ ഉണക്കച്ചെമ്മീൻ പപ്പടങ്ങളെ നിങ്ങൾ പണ്ടാര സൃഷ്ടികളല്ലോ. ബുളുബുളും അറിയോ? ഉളുവിന്റെ മൊത്തം മരിയല്ലേ രസമാണ്. ബുളും ബുളുബുളും എന്റെ കിണറ്റിൽ നിന്നൊരു ശബ്ദം. കിണർ തിളച്ച് പൊങ്ങുമ്പോൾ അരി കഴുകി അതിലിട്ട് തിളപ്പിച്ചൂറ്റാൻ എനിക്ക് തോന്നുന്നു. അതെനിക്ക് തോന്നുന്നത് ഈ ദേമാവാലി കുമ്പത്ത് ഓണത്തിനിടയ്ക്ക് പുട്ടുവച്ചോട്ടം അതിനകത്ത് ഏറ്റവും കൂടുതൽ ഹിറ്റായ ഒരു പാട്ട് പഴയ ഒരു ഗസല്ലൻ സിനിമയിൽ ഒരു പാട്ടുണ്ടായിരുന്നു. ബാറിലെ സപ്ലയറെ ഒരു ലാർജ് നൽകാമോ? ലാർജില്ല, സ്മോൾ ഉണ്ട്, അത് ഒരു ഗ്ലാസ് ആക്കി തരാം. ബാറിലെ സപ്ലയറെ ഒരു ലാർജ് നൽകാമോ? ലാർജില്ല, സ്മോൾ ഉണ്ട്, അത് ഒരു ഗ്ലാസ് ആക്കി തരാം. ഒരു ലെജൻഡ് ആയിരുന്നു ഷിയാസിക. ഒരു പക്ഷേ ഈ ഒരു എപ്പിസോഡ് അദ്ദേഹത്തിനുള്ള ഒരു ട്രിബ്യൂട്ടായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആയിക്കോട്ടെ. അപ്പോൾ ജോയി ചേട്ടാ, ഞങ്ങളുടെ ഒരു ചെറിയ സ്നേഹാദരം നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അത് കൈമാറാനായിട്ട് രമേശ് ചേട്ടാ, ചേച്ചി പ്ലീസ്. ശ്രീ ജോയി ജോൺ, അദ്ദേഹം ഇന്ന് തിരക്കുള്ള ഒരു അഭിനേതാവാണ്. ഒരുപാട് സിനിമകളിൽ വേഷമിട്ടുകൊണ്ടിരിക്കുന്നു. ആ സാഹചര്യത്തിലും ജോയി ജോൺ എന്ന് പറയുന്ന പ്രതിഭ ഫൺസ് അപ്പോൺ എ ടൈമിന്റെ ഈ വേദിയിലെത്തുമ്പോൾ അവതരണം, ഹാസ്യകലയുടെ വിവിധ പ്രകടനങ്ങൾ എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചതും അദ്ദേഹത്തെ ക്ഷണിച്ചതും. എങ്കിൽ ജോയി ചേട്ടൻ അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഒരുപാട് കാര്യങ്ങളും അനുഭവങ്ങളും നമ്മളോട് പങ്കുവച്ച കൂട്ടത്തിൽ പറഞ്ഞു പോയതും അവതരിപ്പിച്ചതുമായ ഒരു ശബ്ദവും പേരും ഷിയാസിക്കയുടേതാണ്. അത് യാദൃശ്ചികമായിട്ട് നമ്മൾ സംഭവിച്ചതാണ്. നമ്മൾ വിളിക്കുമ്പോഴോ മിണ്ടുമ്പോഴോ ഒന്നും പ്രതീക്ഷിച്ച കാര്യമല്ല. ഒരുപക്ഷെ അദ്ദേഹം വളരെ പ്രഗത്ഭനായ, ഞങ്ങളെല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു മികച്ച കലാകാരനാണ്. അപ്പോൾ ജോയി ചേട്ടനെ ഇന്ന് ആദരിക്കുമ്പം യാദൃശ്ചികമായിട്ട് അതിലൂടെ ഷിയാസിക്ക കൂടെ ഇവിടെ ഇന്നത്തെ ഈ വേദിയിൽ ഓർമ്മിക്കപ്പെടുന്നു, ആദരിക്കപ്പെടുന്നു. ഒരുപാട് സന്തോഷം ജോയി ചേട്ടാ ഇന്നത്തെ ഈ പരിപാടിയിൽ ഞങ്ങളോടൊപ്പം വന്നതിന്. ഒരു ചെറിയ ഉപഹാരം.